ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും കോർപ്പറേറ്റ് റെഗുലേഷൻസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോക്കകത്ത് പറയുന്നത് കമ്പനി മീറ്റിംഗ് എന്ന ചാപ്റ്ററിനകത്ത് കൈൻഡ്സ് ഓഫ് മീറ്റിംഗ് ഏതൊക്കെയാണെന്നുള്ളതാണ്. അതിനകത്ത് സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ്, ആനുവൽ ജനറൽ മീറ്റിംഗ്, എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ്, ക്ലാസ് മീറ്റിംഗ്, ഇത്രയും എണ്ണം ഞാൻ ഈ വീഡിയോക്കകത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ജസ്റ്റ് അതിന്റെ ബേസിക് ആയിട്ടുള്ള അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, റെക്വസൈറ്റ്സ് ഒക്കെയാണ് പറഞ്ഞിരുന്നത്. ആ വീഡിയോന്റെ ഒക്കെ ലിങ്ക് ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് നൽകുന്നുണ്ട്. കൂടാതെ എൻ്റെ സ്ക്രീനിലുണ്ട്, ഐ ബട്ടൺ കൂടെ ശ്രദ്ധിക്കുക. ചാനലിന്റെ പ്ലേലിസ്റ്റ് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെയും അതുപോലെ മറ്റ് സബ്ജക്റ്റുകളുടെയും വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാം യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് കൂടെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ കൈൻഡ്സ് ഓഫ് മീറ്റിംഗിനകത്ത് ഏതൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. ബ്രോഡ്ലി സ്പീക്കിംഗ്, കമ്പനി മീറ്റിംഗ് മേ ബി ക്ലാസിഫൈഡ് അണ്ടർ ദി ഫോളോയിങ് 4 ഹെഡ്സ്. കമ്പനി മീറ്റിംഗ് പ്രധാനമായിട്ടും 4 ഹെഡുകൾ കീഴിലായിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്ന് മീറ്റിംഗ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്, മറ്റൊന്ന് മീറ്റിംഗ് ഓഫ് ഡയറക്ടേഴ്സ്, മറ്റൊന്ന് മീറ്റിംഗ് ഓഫ് ക്രെഡിറ്റേഴ്സ് ആൻഡ് മീറ്റിംഗ് ഓഫ് ഡിബഞ്ചർ ഹോൾഡേഴ്സ്. ഇതിനകത്ത് മീറ്റിംഗ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് എന്താണെന്നുള്ളത് മാത്രമാണ് നമ്മൾ ഈ വീഡിയോക്കകത്ത് പറയുന്നത്. മീറ്റിംഗ് ഓഫ് ഡയറക്ടേഴ്സും ബാക്കിയുള്ള 3 കുറച്ച് ചെറിയ കാര്യങ്ങളെ പറയാനുള്ളൂ. അത് നമ്മൾ മറ്റൊരു വീഡിയോയിൽ ഒരൊറ്റ വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അത് ഞാൻ ചെയ്തതിന് ശേഷം പിന്നീട് ഇതിൻ്റെ എൻ്റെ സ്ക്രീനിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാം. നിങ്ങൾക്ക് നേരത്തെ കാണാൻ സൗകര്യമായിരിക്കും. Then meeting of shareholders നകത്ത് ഏതൊക്കെ വരുന്നതെന്ന് നോക്കാം. മീറ്റിംഗ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് മേ ബി സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ്, ആനുവൽ ജനറൽ മീറ്റിംഗ്, എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് ആൻഡ് ക്ലാസ് മീറ്റിംഗ്. ഇത്രയും 4 വിധത്തിലുള്ള മീറ്റിംഗ് ആണ് ഇതിനകത്ത് വരുന്നത്. ഈ പറയുന്ന 4ഉം സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ്, ആനുവൽ, അതുപോലെ എക്സ്ട്രാ ഓർഡിനറി മീറ്റിംഗ്, ഇത് 3ഉം പ്രത്യേകമായിട്ട് സിലബസിനകത്ത് എടുത്ത് പറഞ്ഞിരിക്കുന്നത് തന്നെയാണ് സെപ്പറേറ്റ് ആയിട്ട്. അതെല്ലാം തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് ആദ്യം സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് എന്താണെന്ന് നോക്കാം. സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് എന്താണെന്ന് നോക്കാം. There is no provision for statutory meeting as per Companies Act 2013. 2013 കമ്പനീസ് ആക്ട് പ്രകാരം അതിനകത്ത് സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗുമായി ബന്ധപ്പെട്ട പ്രൊവിഷൻസ് ഒന്നുമില്ല. ബട്ട് ആസ് പെർ ദി ആക്ട് ഓഫ് 1956, 1956 കമ്പനീസ് ആക്ട് പ്രകാരം എവറി കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് and every company limited by guarantee and having share capital must hold a general meeting of its shareholders. അപ്പോൾ ഷെയർസ് ആണ് ലിമിറ്റ് ചെയ്യപ്പെട്ട കമ്പനി ആവുക, അല്ലെങ്കിൽ ഗ്യാരണ്ടി വെച്ച് ലിമിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവുക. അതോടൊപ്പം തന്നെ ഷെയർ ക്യാപിറ്റലും, ഗ്യാരണ്ടി ഉണ്ട്, ഷെയർ ക്യാപിറ്റലും ഉണ്ട്, രണ്ടോടും കൂടെ വെച്ചിട്ട് ലിമിറ്റ് ചെയ്യപ്പെട്ട കമ്പനീസ്. ഇവർ രണ്ടുപേരും ഷെയർ ഹോൾഡേഴ്സിന്റെ ഒരു ജനറൽ മീറ്റിംഗ് നടത്തിയിരിക്കണം. എപ്പോ? വിത്തിൻ എ പീരിയഡ് നോട്ട് മോർ ദാൻ 6 months ബട്ട് നോട്ട് ലെസ് ദാൻ 1 month ഫ്രം ദ ഡേറ്റ് at which the company is entitled to commence its business. ഒരു കമ്പനി അതിന്റെ ബിസിനസ് ആരംഭിക്കാൻ ഒരു അവകാശം കിട്ടി, അത് തുടങ്ങിക്കഴിഞ്ഞ് 1 മാസം കഴിയുകയും ചെയ്യണം. എന്നാൽ 6 മാസത്തെ കൂടാനും പാടില്ല, 1 മാസം എത്തിയിട്ടുണ്ടായിരിക്കണം. അപ്പോൾ അതിനുള്ളിൽ അവര് ഷെയർ ഹോൾഡേഴ്സിന്റെ ഒരു ജനറൽ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടായിരിക്കണം. സച്ച് ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഈസ് കോൾഡ് ദ സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ്. ഇങ്ങനെ ഷെയർ ഹോൾഡേഴ്സിന്റെ ഈ ആദ്യത്തെ മീറ്റിംഗിന്, ആദ്യത്തെ ജനറൽ മീറ്റിംഗിനെയാണ് നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് എന്ന് പറയാം. ഇറ്റ് ഈസ് ഹെൽഡ് ഓൺലി വൺസ് ഇൻ ദ ലൈഫ് ടൈം ഓഫ് ദ കമ്പനി. എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി കമൻസ് ചെയ്യുമ്പോൾ മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ ലൈഫ് ടൈമിൽ ഒരൊറ്റ തവണ മാത്രമേ ഇത് നടക്കുകയുള്ളൂ. പ്രൈവറ്റ് കമ്പനീസ് ആർ നോട്ട് റിക്വയർഡ് ടു ഹോൾഡ് സച്ച് എ മീറ്റിംഗ്. പ്രൈവറ്റ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ മീറ്റിംഗ് നടത്തേണ്ട യാതൊരു ആവശ്യവും ഇല്ല. അതുപോലെ തന്നെ സിമിലർലി കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആൻഡ് നോട്ട് ഹാവിംഗ് ഷെയർ ക്യാപിറ്റൽ നീഡ് നോട്ട് ഹോൾഡ് എ സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ്. അതുപോലെ ഗ്യാരണ്ടിയാൽ ലിമിറ്റ് ചെയ്യപ്പെട്ട കമ്പനി, ഷെയർ ക്യാപിറ്റൽ ഇല്ലാത്ത കമ്പനി, അവരെ സംബന്ധിച്ചിടത്തോളം സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് ഹെൽഡ് ചെയ്യേണ്ട യാതൊരു ആവശ്യവും ഇല്ല. ദ നോട്ടീസ് ഓഫ് ദ മീറ്റിംഗ്. മീറ്റിംഗ് നടത്തുമ്പോൾ ഒരു നോട്ടീസ് നിർബന്ധമാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം. എ നോട്ടീസ് ഫോർ കോളിംഗ് ദ മീറ്റിംഗ് മസ്റ്റ് ബി ഗിവൺ അറ്റ്ലീസ്റ്റ് 21 days ബിഫോർ ദ മീറ്റിംഗ്, clearly stating that it is a statutory meeting and mentioning the time and place of the meeting. അപ്പോൾ നമ്മൾ നോട്ടീസ് കൊടുക്കൽ നിർബന്ധമാണ്. ബന്ധപ്പെട്ട ആളുകൾ ആരൊക്കെയാണോ അവർക്ക് കൊടുത്തിരിക്കണം. അത് നമ്മൾ കൊടുക്കേണ്ടത് മീറ്റിങ്ങിന്റെ ഒരു 21 ദിവസം മുമ്പെങ്കിലും, ചുരുങ്ങിയത് 21 ദിവസം മുമ്പെങ്കിലും നമ്മൾ കൊടുത്തിരിക്കണം. അതിനകത്ത് ഇത് സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് ആണെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരിക്കണം. കൂടാതെ ടൈം, മീറ്റിങ്ങിന്റെ പ്ലേസ്, ഡേറ്റ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. Then purpose of the meeting. Meeting in the purpose. The purpose or objectives of convening a statutory meeting is to discuss the statutory report prepared by the directors. നമ്മുടെ സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് കൺവീൻ ചെയ്യുന്നതിന്റെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ പർപ്പസ് എന്ന് പറയുന്നത്
ഡയറക്ടേഴ്സാൽ പ്രിപ്പയർ ചെയ്യപ്പെട്ടിട്ടുള്ള സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട് അതിന്മേലെ ഡിസ്കഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് നമ്മൾ നടത്തുന്നത്. ആ സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ടിനകത്ത് എന്താ വരിക? വിച്ച് കണ്ടെയ്ൻസ് പർട്ടിക്കുലേഴ്സ് റിലേറ്റിംഗ് ടു ദി ഫോർമേഷൻ ഓഫ് ദ കമ്പനി to enable them to know the working of the company from the date of its incorporation and also its financial position. ആ കമ്പനിയുടെ ഫോർമേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ആ സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ടിനകത്ത് വരിക. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിന്റെ മീറ്റിംഗ് ആണല്ലോ ഇത്. അപ്പോൾ അവരെ കമ്പനിയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അറിവുള്ളവരാക്കുക, അതിനെക്കുറിച്ച് അവരെ അറിയിക്കുക എന്നുള്ളതാണ്. ഫ്രം ദ ഡേറ്റ് ഓഫ് ഇറ്റ്സ് ഇൻകോർപ്പറേഷന്റെ ഡേറ്റ് തൊട്ട് ഇതുവരേക്കുള്ള കമ്പനിയുടെ പ്രവർത്തനങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് ആ കാര്യങ്ങളാണ് റിപ്പോർട്ടിനകത്ത് ഉണ്ടാവുക. ആൻഡ് ഓൾസോ ഇറ്റ്സ് ഫിനാൻഷ്യൽ പൊസിഷൻ, അതോടൊപ്പം തന്നെ അതിന്റെ ഫിനാൻഷ്യൽ പൊസിഷനും അതുവരേക്കുള്ള ഫിനാൻഷ്യൽ പൊസിഷനും അറിയിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത്. The meeting also enables the members to discuss the matters not included in statutory report, provided they have given prior notice to that effect. നമ്മൾ നേരത്തെ പറഞ്ഞു സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിഷയം ചർച്ച ചെയ്യാനാണ് ഈ മീറ്റിംഗ് എന്ന്. പക്ഷെ അതിൽ പറയാത്ത കാര്യങ്ങളെക്കുറിച്ചും മെമ്പേഴ്സിന് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അവയെക്കുറിച്ച് നേരത്തെ അവർക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ വിഷയങ്ങളെക്കുറിച്ചും കൂടെ അവർക്ക് സംസാരിക്കാവുന്നതാണ്. ദെൻ സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട്, നമ്മളിപ്പോൾ മേൽ പറഞ്ഞ ആ ഒരു സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട് അതെന്താണെന്ന് ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട് ഈസ് എ റിപ്പോർട്ട് ഡ്രാഫ്റ്റഡ് ബൈ ദി ഡയറക്ടേഴ്സ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ ഡയറക്ടേഴ്സ് ഡ്രാഫ്റ്റ് ചെയ്യുന്ന റിപ്പോർട്ടാണ്, അവർ തയ്യാറാക്കുന്ന റിപ്പോർട്ടാണ് സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട് എന്ന് പറയുന്നത്. ആൻഡ് സർട്ടിഫൈഡ് ആസ് കറക്റ്റ് ബൈ അറ്റ്ലീസ്റ്റ് 2 ഡയറക്ടേഴ്സ്. ചുരുങ്ങിയത് 2 ഡയറക്ടേഴ്സെങ്കിലും അത് കറക്റ്റ് ആണ് എന്ന് പറഞ്ഞ് സർട്ടിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. ആ 2 ഡയറക്ടേഴ്സിനകത്ത് ഒന്ന് മാനേജിംഗ് ഡയറക്ടർ ആയിരിക്കണം. It contains particulars relating to formulation of the company. കമ്പനിയുടെ രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. It is presented in the statutory meeting. The statutory meetingലാണ് statutory report present ചെയ്യപ്പെടുക. A copy of the report must be sent to every member along with the notice of the meeting. മീറ്റിംഗ് നടത്തുമ്പോൾ നമ്മൾ നോട്ടീസ് എല്ലാ മെമ്പേഴ്സിന് അയച്ചിരിക്കണം എന്ന് പറഞ്ഞു 21 ദിവസത്തിന് മുമ്പായിട്ട്. അതിന്റെ കൂടെ ഇതിന്റെ ഒരു കോപ്പിയും കൂടെ, ഈ സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ടിന്റെ ഒരു കോപ്പിയും കൂടെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കണം. The auditors of the company should also certify it as correct in respect of the shares and receipts and payment of the company. അപ്പൊ അതിനകത്ത് പിന്നെ ഷെയർസുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ കമ്പനിയുടെ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് ഈ പറയുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ അതൊക്കെ വെരിഫൈ ചെയ്ത് കറക്റ്റ് ആണെന്ന് ഒരു ഓഡിറ്റർ എന്ത് ചെയ്തിരിക്കണം, സർട്ടിഫൈ ചെയ്തിട്ടും കൂടെ ഉണ്ടായിരിക്കണം. A certified copy of the report should be filed with the registrar of companies. അപ്പോൾ നമ്മൾ ഡയറക്ടേഴ്സ് സർട്ടിഫൈ ചെയ്തിരിക്കണം എന്ന് പറഞ്ഞു, ഓഡിറ്റേഴ്സ് സർട്ടിഫൈ ചെയ്തിരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ കൃത്യമായി സർട്ടിഫൈ ചെയ്ത റിപ്പോർട്ട് നമ്മുടെ കമ്പനിയുടെ രജിസ്ട്രാർക്ക് ഫയൽ ചെയ്യുകയും കൂടെ ചെയ്തിട്ടുണ്ടായിരിക്കണം. Then rights of members in the statutory meeting. സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗിൽ നമ്മുടെ മെമ്പേഴ്സിന്റെ റൈറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. As the first official meeting of the shareholders of the company, statutory meeting gives an opportunity to members to check up the performance of the company from the date of its incorporation. ഷെയർഹോൾഡേഴ്സിന്റെ കമ്പനിയിലെ ഷെയർഹോൾഡേഴ്സിന്റെ ആദ്യത്തെ ഒഫീഷ്യൽ മീറ്റിംഗ് ആണെന്നതിനാൽ തന്നെ സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് മെമ്പേഴ്സിന് ആ കമ്പനിയുടെ അതുവരേക്കുള്ള ഇൻകോർപ്പറേഷന്റെ ഡേറ്റ് മുതൽക്ക് ആ മീറ്റിംഗ് നടക്കുന്ന വരേക്കുള്ള പെർഫോമൻസ് ചെക്ക് ചെയ്യാനുള്ള അവസരം കൊടുക്കുകയാണ് ചെയ്യുന്നത്. Because of the importance of the meeting, the members are given the following rights in the meeting. ഈ ഒരു മീറ്റിംഗിന്റെ ഇമ്പോർട്ടൻസ് കാരണം തന്നെ മെമ്പേഴ്സിന് താഴെ പറയുന്ന അവകാശങ്ങളാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത്. Right to discuss any matter relating to the formation of the company or arising out of the statutory report. കമ്പനിയുടെ ഫോർമേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതുപോലെ തന്നെ സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ടിൽ നിന്നുണ്ടാകുന്ന വിഷയങ്ങൾ എന്താണോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ തന്നെയുള്ള എന്തും ഡിസ്കസ് ചെയ്യാനുള്ള അവകാശം. Then right to adjourn the meeting from time to time and to discuss at the adjourned meeting any resolution for which the previous notice has been given either before or after the original meeting. സമയാസമയങ്ങളിൽ മീറ്റിംഗ് മാറ്റിവെക്കുന്നതിനുള്ള അഡ്ജേൺ ചെയ്യുന്നതിനുള്ള അവകാശം. ആൻഡ് ടു ഡിസ്കസ് അറ്റ് ദ അഡ്ജേൺഡ് മീറ്റിംഗ് എനി റെസൊല്യൂഷൻ ഫോർ വിച്ച് പ്രീവിയസ് നോട്ടീസ് ഹാസ് ബീൻ ഗിവൺ ഈതർ ബിഫോർ ഓർ ആഫ്റ്റർ ദ ഒറിജിനൽ മീറ്റിംഗ്. ഒറിജിനൽ മീറ്റിംഗിന് മുമ്പോ അല്ലെങ്കിൽ അതിന് ശേഷമോ ഒക്കെ ആയിട്ട് നോട്ടീസ് നൽകപ്പെട്ടിട്ടുള്ള, നേരത്തെ നോട്ടീസ് നൽകപ്പെട്ടിട്ടുള്ള ആ ഒരു പ്രമേയം, ആ ഒരു റെസൊല്യൂഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ മാറ്റിവെച്ച മീറ്റിംഗിൽ ചർച്ച ചെയ്യാനുള്ള അവകാശം അവർക്കുണ്ട്. Then
റൈറ്റ് ടു ഇൻസ്പെക്ട് ദ ലിസ്റ്റ് ഓഫ് മെമ്പേഴ്സിന്റെ ലിസ്റ്റ് നമ്മൾ ആ മീറ്റിംഗിൽ വെക്കും. ആ ലിസ്റ്റ് അത് പരിശോധിക്കുന്നതിനുള്ള അവകാശം. Right to file petition to the courts for compulsory winding up of the company if the company makes default in issuing and filing statutory report as per the act. നമ്മൾ ആക്ട് പറഞ്ഞിരിക്കുന്നത് പ്രകാരം സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട് ഇഷ്യൂ ചെയ്യുന്നതിന് ഫയൽ ചെയ്യുന്നതിലൊക്കെ കമ്പനിയുടെ അടുത്ത് ഡീഫോൾട്ട് വന്നിട്ടുണ്ടെന്ന് അവർക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ കമ്പനിയുടെ നിർബന്ധിത വൈൻഡിങ് അപ്പിന് നിർബന്ധമായിട്ട് കമ്പനി പിരിച്ചുവിടപ്പെടുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് കോടതിയിൽ പെറ്റീഷൻ കൊടുക്കാവുന്നതാണ്. കോടതിയിൽ പെറ്റീഷൻ കൊടുത്ത് കോടതി അത് തീരുമാനമാക്കി അവർ കമ്പനിയെ പിരിച്ചുവിടുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ കമ്പൽസറി വൈൻഡിങ് അപ്പ് എന്ന് പറയാം. കമ്പനിയുടെ ഇഷ്ടപ്രകാരം അല്ലാതെ കോടതി മുഖാന്തരമുള്ള പിരിച്ചുവിടലാണ് കമ്പൽസറി വൈൻഡിങ് അപ്പ്. അപ്പം അങ്ങനെയുള്ള കമ്പൽസറി വൈൻഡിങ് അപ്പിന് വേണ്ടിയിട്ട് കോടതിയിൽ പെറ്റീഷൻ കൊടുക്കാവുന്നതാണ്. അപ്പം ഇത്രയും അവകാശങ്ങൾ അവർക്കുണ്ട്. ദെൻ പ്രൊസീജിയർ അറ്റ് ദ മീറ്റിംഗ്. ആ മീറ്റിങ്ങിലെ പ്രൊസീജിയർ എന്തൊക്കെയാണെന്ന് നോക്കാം. At the commencement of the meeting, മീറ്റിംഗിന്റെ തുടക്കത്തിൽ ചെയർമാൻ will ask the secretary to read the notice of the meeting. ആ മീറ്റിംഗിന്റെ തുടക്കത്തിൽ ചെയർമാന് സെക്രട്ടറിയോട് മീറ്റിംഗിന്റെ നോട്ടീസ് വായിക്കാൻ പറയും. ആൻഡ് ഓൾസോ ടു പ്ലേസ് ദ ലിസ്റ്റ് ഓഫ് മെമ്പേഴ്സ് ബിഫോർ ദ മീറ്റിംഗ്. അതോടൊപ്പം തന്നെ മീറ്റിംഗിൽ അവരുടെ മുമ്പാകെ ലിസ്റ്റ് ഓഫ് മെമ്പേഴ്സിന്റെ ലിസ്റ്റ് വെക്കാൻ പറയും. ആൻഡ് കീപ് ഇറ്റ് ഓപ്പൺ ഫോർ ഇൻസ്പെക്ഷൻ ബൈ മെമ്പേഴ്സ് ഡ്യൂറിംഗ് ദ മീറ്റിംഗ്. ആ മീറ്റിംഗിന്റെ ഇടയ്ക്ക് മെമ്പേഴ്സിന് അത് പരിശോധന നടത്താവുന്ന രീതിയിൽ അത് വെക്കുകയാണ് ചെയ്യുന്നത്. അവർക്കത് പരിശോധന നടത്താവുന്നതാണ്. ആ രീതിയിൽ അത് കെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. കെപ്റ്റ് ചെയ്യാൻ ആവശ്യപ്പെടും. The chairman will explain to the members the purpose of the meeting and present the position of the company. അപ്പം ഈ മീറ്റിംഗിന്റെ പർപ്പസ് എന്താണെന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ മെമ്പേഴ്സിനോട് ചെയർമാൻ വിശദീകരിക്കും. കൂടാതെ കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണെന്നുള്ളതും കൂടെ അവിടെ പ്രസന്റ് ചെയ്യും. He will invite discussions and questions on the statutory report and other matters connected with the formation of the company. സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടും കമ്പനിയുടെ ഫോർമേഷനുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങൾ അവയുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ തന്നെ ഡിസ്കഷനും അതേക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻസും എല്ലാം തന്നെ അയാൾ ക്ഷണിക്കും. മെമ്പേഴ്സിൽ നിന്നും ക്ഷണിക്കും ചെയർമാൻ. The secretary shall prepare the minutes of the meeting and get the same approved at the next board meeting. ആ മീറ്റിംഗ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ആ മീറ്റിംഗുമായി വന്നിട്ടുള്ള തീരുമാനങ്ങളുടെ എല്ലാം തന്നെ ഒരു ചുരുക്ക രൂപം എന്നുള്ള നിലയ്ക്ക് മിനിറ്റ്സ് അത് എഴുതുന്ന ബുക്കാണ് മിനിറ്റ്സ് എന്ന് പറയുന്നത്. ആ മിനിറ്റ്സ് തയ്യാറാക്കും നമ്മുടെ സെക്രട്ടറി. ആൻഡ് ഗെറ്റ് ദ സെയിം അപ്രൂവ്ഡ് അറ്റ് ദ നെക്സ്റ്റ് ബോർഡ് മീറ്റിംഗ്. അടുത്ത ബോർഡ് മീറ്റിംഗിൽ അത് വായിച്ച് കേൾപ്പിച്ചൊക്കെ അതിൽ അപ്രൂവൽ വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. If default is made in complying with the provisions of section 165, 165 സെക്ഷനിലെ പ്രൊവിഷൻസ് അനുസരിക്കുന്നതിൽ എന്തെങ്കിലും ഡിഫോൾട്ട് വരുത്തുകയാണെങ്കിൽ every director and officer of the company who is default will be liable to fine which may extend to 5,000. അപ്പം ഇത് ഡിഫോൾട്ട് വരുത്തിയിട്ടുള്ള ഓഫീസർ ആവാം ഡയറക്ടർ ആവാം അവർക്ക് 5,000 രൂപ വരെയൊക്കെ നീളുന്ന ഫൈന് പേ ചെയ്യാൻ അവർ ലയബിളായി തീരും എന്നുള്ളതാണ് പറയുന്നത്. Then if default is made in delivering the statutory report to the registrar or in holding the statutory meeting, the company may be wound up by NCLT. സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട് ഡെലിവർ ചെയ്യുന്നിടത്ത് അത് രജിസ്ട്രാർക്ക് സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട് കൊടുക്കുന്നിടത്ത് അതുപോലെ തന്നെ സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് ഹെൽഡ് ചെയ്യുന്നിടത്തൊക്കെയാണ് ഈ പറയുന്ന ഡിഫോൾട്ട് വരുത്തിയിട്ടുള്ളത് എങ്കിൽ ദ കമ്പനി മേ ബി വൗണ്ടിങ് അപ്പ് ബൈ NCLT. NCLT ആൽ കമ്പനി വൗണ്ടപ്പ് ചെയ്യും. മീൻസ് നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ അവരാൽ കമ്പനി വൗണ്ടപ്പ് ചെയ്യപ്പെടും. മീൻസ് പിരിച്ച് വിടപ്പെടും എന്നാണ് പറയുന്നത്. ദെൻ രണ്ടാമതായിട്ട് വരുന്നതാണ് ആനുവൽ ജനറൽ മീറ്റിംഗ്. സെക്ഷൻ 96-നകത്താണ് ഇത് പറഞ്ഞിരിക്കുന്നത്. എ മീറ്റിംഗ് ഓഫ് ജനറൽ ബോഡി മേ ബി കോൾഡ് ജനറൽ മീറ്റിംഗ്. ഒരു ജനറൽ ബോഡിയുടെ മീറ്റിംഗിനെയാണ് നമ്മൾ ജനറൽ മീറ്റിംഗ് എന്ന് വിളിക്കുക. ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഗെറ്റ് ദെയർ പവേഴ്സ് ടു ഡു സർട്ടൻ ആക്ട്സ് ആഫ്റ്റർ ഗെറ്റിംഗ് കൺസെന്റ് ഓഫ് ദ കമ്പനി അറ്റ് ദയർ ജനറൽ മീറ്റിംഗ്. ജനറൽ മീറ്റിംഗ് വിളിച്ച് ചേർത്ത് നമുക്ക് ചെയ്യേണ്ട ആക്ടിവിറ്റി എന്താ വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ ചർച്ചയ്ക്കിട്ട് ആ ഒരു മീറ്റിങ്ങിനകത്ത് നിന്നും സമ്മതം കിട്ടിയതിന് ശേഷം ഷെയർ ഹോൾഡേഴ്സിന്റെയും കമ്പനിയുടെ ഒക്കെ തന്നെ സമ്മതം കിട്ടിയതിന് ശേഷം മാത്രമേ ആ ഒരു വർക്ക് ചെയ്യുന്നതിനുള്ള പവർ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് കിട്ടുകയുള്ളൂ. അപ്പോൾ ജനറൽ മീറ്റിംഗിൽ പാസ്സാക്കപ്പെട്ട ഒരു കാര്യം മാത്രമേ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ചെയ്യാൻ പറ്റുള്ളൂ. A general meeting may be an annual general meeting or an extraordinary general meeting. General meeting എന്ന് പറയുമ്പോൾ അത് ആനുവൽ ജനറൽ മീറ്റിംഗ് ഉണ്ട്, എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് ഉണ്ട്. എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്ന ഒന്നാണ്. Then the annual general meeting is regarded as the most important of all company meetings. എല്ലാ കമ്പനി മീറ്റിംഗിൽ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് കരുതുന്നത് ഈ ആനുവൽ ജനറൽ മീറ്റിംഗ് ആണ്. The purpose of the meeting is to give full information to members of the progress by the company during the year.
ഇതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ആ ഒരു വർഷത്തിൽ ആ കമ്പനിക്ക് ഉണ്ടായിട്ടുള്ള പ്രോഗ്രസിനെ കുറിച്ച് ഉള്ള എല്ലാ ഇൻഫർമേഷനും അതിന്റെ മെമ്പേഴ്സിന് നൽകുക എന്നുള്ളതാണ്. Then period of holding the meeting. ഈ മീറ്റിംഗ് നടത്തേണ്ട ആ ഒരു പീരിയഡ് എങ്ങനെയൊക്കെയാന്ന് നോക്കാം. Every company other than one person company shall hold its first annual general meeting within the period of 9 months from the date of closing of the first financial year of the company. One person company ഒഴികെ ബാക്കിയുള്ള എല്ലാ കമ്പനികളും ആ കമ്പനിയുടെ ആദ്യത്തെ ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്തതിന് ശേഷം, ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുമ്പം ഏപ്രിൽ ടു മാർച്ച് ആണ്, ആ ഫിനാൻഷ്യൽ ഇയർ എത്തിയതിനു ശേഷം 9 മാസത്തിനുള്ളിൽ അവരുടെ ആദ്യത്തെ ആനുവൽ ജനറൽ മീറ്റിംഗ് അവർ വിളിച്ചിട്ടുണ്ടായിരിക്കണം. ആൻഡ് സബ്സീക്വന്റ് ആനുവൽ ജനറൽ മീറ്റിംഗ് വിത്തിൻ എ പീരീഡ് ഓഫ് 6 months ഫ്രം ദി ഡേറ്റ് ഓഫ് ക്ലോസിംഗ് ഓഫ് ദി ഫിനാൻഷ്യൽ ഇയർ. പിന്നെ തുടർന്ന് വരുന്ന വർഷങ്ങളിലൊക്കെ ആയിട്ട് ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്ത് 6 മാസത്തിനുള്ളിൽ ആനുവൽ ജനറൽ മീറ്റിംഗ് നടത്തേണ്ടതായിട്ട് വരും. Then the gap between two meetings shall not be more than 15 months. നമ്മൾ ഓരോരോ വർഷങ്ങൾ നടത്തുന്നതാണ് ആനുവൽ ജനറൽ മീറ്റിംഗ്. അങ്ങനെ 2 ആനുവൽ ജനറൽ മീറ്റിംഗിന്റെ ഇടയിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് 15 മാസത്തിൽ കൂടാൻ പാടില്ല. നമ്മൾ ഓരോ വർഷത്തിലും നമ്മൾ ഏത് സമയത്ത് നടത്തുന്നു എന്നതിനനുസരിച്ച് 12 മാസം അതിൽ കൂടുതലോ നീണ്ടേക്കാം. അപ്പോൾ അങ്ങനെ 15 മാസത്തിൽ കൂടുതലുള്ള ഒരു ഗ്യാപ്പ് ഇവർക്ക് ഇടയിൽ വരാൻ പാടില്ല. If a company holds its first annual general meeting as aforesaid, it shall not be necessary for the company to hold any annual general meeting in the year of its incorporation. അപ്പോൾ നമ്മൾ ഈ ജനറൽ മീറ്റിംഗ് നമ്മൾ പറഞ്ഞു അതിന്റെ ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്ത് അടുത്ത 9 monthsiനുള്ളിൽ നടത്തണം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ നമ്മൾ നടത്തി കഴിഞ്ഞാൽ അതിന്റെ ആദ്യത്തെ ആനുവൽ ജനറൽ മീറ്റിംഗ് ആ രീതിയിൽ നടത്തുകയാണെങ്കിൽ, ഫസ്റ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ് നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് എന്ന് പറയാറുണ്ട്, അത് നടത്തിയപ്പം അത് ഏകദേശം ഈ ഒരു കണ്ടീഷൻ പാലിക്കപ്പെടുന്ന രീതിയിലാണ് നടത്തപ്പെട്ടത് എങ്കിൽ അവർ പിന്നെ വീണ്ടും ഒരു ആനുവൽ ജനറൽ മീറ്റിംഗ് നടത്തേണ്ട ആവശ്യമില്ല. ഫസ്റ്റത്തെ വർഷം നമ്മൾ 1 മാസത്തിന്റെയും 6 മാസത്തിന്റെയും ഇടയിൽ നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് വിളിച്ചിരിക്കണം എന്ന് പറഞ്ഞിരുന്നു. സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് ഒരു തരം ജനറൽ മീറ്റിംഗ് തന്നെയാണ്. അപ്പൊ അത് ഈ മേൽപ്പറഞ്ഞ കണ്ടീഷൻ പറയുന്ന രീതിയിലുള്ള ഒരു സമയത്ത് വന്നു ചേരുകയാണെങ്കിൽ പിന്നെ അവർ വേറൊരു ആനുവൽ ജനറൽ മീറ്റിംഗ് വിളിക്കേണ്ട ആവശ്യമില്ല. Then the registrar may for any special reason give extension up to 3 months for holding the annual general meeting. ഇനി എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു കാരണമൊക്കെ ഉണ്ടെങ്കിൽ, പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജനറൽ മീറ്റിംഗ് നീട്ടിവെക്കുന്നതിന് വേണ്ടി ഒരു 3 മാസ സമയം വരെയൊക്കെ രജിസ്ട്രാർക്ക് അനുവദിക്കാവുന്നതാണ്. Every annual general meeting shall be called during the business hours. General meeting shall be called during business hours. Business hourle നടത്താവൂ. That is between 9 AM and 6 AM on any day that is not a national holiday. എന്ന് വെച്ചാൽ എല്ലാ ദിവസവും രാവിലെ 9-ന്റെയും വൈകുന്നേരം 6 മണിയുടെയും ഇടയിലായിട്ട് വേണം നമ്മളത് നടത്താൻ. പക്ഷെ ആ ദിവസം ഒരു നാഷണൽ ഹോളിഡേ ആവാനും പാടില്ല. And shall be held either at the registered office of the company. അത് ഒന്നെങ്കിൽ കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസിൽ വെച്ച് നടത്താം, or at some other place within the city, town or village in which the registered office of the company is situated. കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസ് നിലകൊള്ളുന്ന ആ ഒരു ഗ്രാമോ അല്ലെങ്കിൽ ടൗണോ സിറ്റിയോ അവിടെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചിട്ടോ നടത്താവുന്നതാണ്. The central government may exempt any company from this subject to the condition as it may impose. അപ്പോൾ എന്തെങ്കിലും വേറെ കണ്ടീഷൻസിനെ ബേസ് ചെയ്തുകൊണ്ടൊക്കെ ഇതിൽ നിന്നും വേണമെങ്കിൽ ഒരു എക്സംഷൻ സെൻട്രൽ ഗവൺമെന്റിന് കൊടുക്കാവുന്നതാണ്. അത് വേണമെങ്കിൽ അല്ലാത്ത സന്ദർഭങ്ങളിലൂടെ ആക്കാവുന്നതാണ്. Then default in holding annual general meeting. Annual general meeting നടത്തുന്നതിൽ ഡീഫോൾട്ട് വരുത്തുകയാണെങ്കിൽ എന്താണ് അവസ്ഥ നോക്കാം. According to section 97, if any default made in holding the annual general meeting of a company under section 96 സെക്ഷൻ അനുസരിച്ച് അതിൽ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് ഒക്കെ പാലിച്ചുകൊണ്ട് ഒരു മീറ്റിംഗ് നടത്തുന്നതിൽ ഒരു കമ്പനി പരാജയപ്പെടുകയാണെങ്കിൽ, ഡീഫോൾട്ട് വരുത്തുകയാണെങ്കിൽ, സെക്ഷൻ 97 പ്രകാരം the tribunal may call or direct the calling of an annual general meeting on the application of any member of the company. ആ കമ്പനിയിലെ ഏതെങ്കിലും ഒരു മെമ്പറുടെ അപ്ലിക്കേഷൻ പ്രകാരം ഒരു ആനുവൽ ജനറൽ മീറ്റിംഗ് ട്രിബ്യൂണലിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വിളിക്കാൻ പറയുകയോ ചെയ്യാവുന്നതാണ്. Case the tribunal shall give necessary ancillary or consequential direction as it thinks fit. അത്തരം സന്ദർഭങ്ങളിൽ നമ്മുടെ ട്രിബ്യൂണലിന് ശരിയെന്ന് തോന്നുന്ന രീതിയിലുള്ള അഡീഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും ഡയറക്ഷൻസോ മറ്റോ ഒക്കെ ഇവിടെ കൊടുക്കാവുന്നതാണ്. Such direction may include അത്തരം ഒരു ഡയറക്ഷൻ പെടുന്ന ഒന്നാണ് a direction that one member of the company present in person or by proxy shall be deemed to constitute a meeting.
ഒരാൾ പ്രസന്റ് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പ്രോക്സിയോ ആരെങ്കിലും ഒരാൾ മാത്രം പ്രസന്റ് ആയാൽ പോലും അതൊരു മീറ്റിംഗ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതായിട്ട് കരുതുക. സാധാരണഗതിയിൽ ഒരു മെമ്പർ വന്നു കഴിഞ്ഞാൽ കോറം തികയില്ല, മീറ്റിംഗ് നടത്താൻ പറ്റില്ല. പക്ഷെ ഇവിടെ ഒരു വ്യക്തി അയാളുടെ പ്രോക്സിയോ ആരെങ്കിലും ഒരാൾ എത്തിയാൽ തന്നെ മീറ്റിംഗ് നടത്താൻ പറ്റും എന്നുള്ള രീതിയിൽ ഡയറക്ഷൻ കൊടുക്കാവുന്നതാണ്. Then, if any default is made in holding a meeting of the company in accordance with the section 96 and 97, അതായത് മീറ്റിംഗ് നടത്തുന്നതിന് ഈ ഒരു സെക്ഷൻ പ്രകാരം എന്തെങ്കിലും ഒരു ഡീഫോൾട്ട് വരുത്തി കഴിഞ്ഞാൽ the company and every officer of the company who is in default shall be punishable with fine which may extend to 1 lakh rupees and in the case of continuing default. അപ്പോൾ കമ്പനിയോ അതിന്റെ ഓഫീസേഴ്സോ ആരെങ്കിലും ഒരു ഡീഫോൾട്ട് വരുത്തി കഴിഞ്ഞാൽ അവർ പണിഷബിൾ ആണ് വിത്ത് ഫൈൻ വിച്ച് മേ എക്സ്റ്റെൻഡ് 1 lakh rupees. അവർക്ക് ഫൈൻ കൊടുക്കേണ്ടതായിട്ട് വരും. അത് 1 ലക്ഷം രൂപ വരേക്ക് വരുന്ന ഫൈൻ ആയിരിക്കും. 1 ലക്ഷമോ അല്ലെങ്കിൽ അതിൽ താഴെ എത്രയാവാം നമ്മുടെ ഡീഫോൾട്ടിന്റെ തോത് അനുസരിച്ചിരിക്കും എമൗണ്ട് വരുന്നത്. മാക്സിമം 1 lakh rupees ആണ് വരിക. ആൻഡ് ഇൻ ദി കേസ് ഓഫ് എ കണ്ടിന്യൂയിങ് ഡീഫോൾട്ട്, ആ ഡീഫോൾട്ട് പിന്നെയും തുടരുകയാണെങ്കിൽ വിത്ത് എ ഫർദർ ഫൈൻ വിച്ച് മേ എക്സ്റ്റെൻഡ് 5,000 rupees ഫോർ എവറി ഡേ ഡ്യൂറിംഗ് വിച്ച് സച്ച് ഡീഫോൾട്ട് കണ്ടിന്യൂസ്. എന്നിട്ട് ആ ഒരു ഡീഫോൾട്ട് ഐഡന്റിഫൈ ചെയ്തിട്ട് പിന്നെയും അതങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അഡീഷണൽ ആയിട്ട് വേറെയും ഫൈൻ കൊടുക്കേണ്ടതായി വരും. ഓരോ ദിവസത്തിനും 5,000 രൂപ വരേക്കുള്ള ഫൈൻ വെച്ചിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ എന്നാണോ ഡീഫോൾട്ട് അവസാനിക്കുന്നത് അത്രയിടം വരേക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. ദെൻ മൂന്നാമത്തെ മീറ്റിംഗ് ആണ് എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ്. സെക്ഷൻ 100-നകത്താണ് ഇത് പറഞ്ഞിരിക്കുന്നത്. Any general meeting other than annual general meeting is called extraordinary general meeting. Annual general meeting അല്ലാത്ത മറ്റു general meetingനെയാണ് നമ്മൾ extraordinary general meeting എന്ന് വിളിക്കുക. It is convened to transact any urgent or extraordinary business. എന്തെങ്കിലും അർജന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു വിഷയം അത് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇങ്ങനത്തെ മീറ്റിംഗ് കൺവീൻ ചെയ്യുന്നത്. Such meetings are held to transact business which falls outside the usual business which cannot be postponed till the next annual general meeting. അപ്പം അത്തരം മീറ്റിങ്ങുകൾ നമ്മൾ ഹെൽഡ് ചെയ്യുന്നത് ബിസിനസിന്റെ ഒരു സാധാരണ ബിസിനസ്, അതിന്റെ സാധാരണ നോർമലി നടക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതിലപ്പുറത്തേക്കുള്ള ഒരു കാര്യം വരുന്ന സമയത്ത് അത് നമുക്ക് അടുത്തൊരു ആനുവൽ ജനറൽ മീറ്റിംഗ് വരെയൊക്കെ നീട്ടിവെക്കാനും പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ ഇത്തരം മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കുന്നത്. എക്സ്ട്രാ ഓർഡിനറി മീറ്റിംഗ് മേ ബി കോൾഡ് ഇൻ ദ ഫോളോയിങ് വേസ്. താഴെ പറയുന്ന രൂപങ്ങളിലൊക്കെയാണ് നമ്മളത് വിളിക്കാറുള്ളത്. ഒന്ന് ബൈ ഡയറക്ടേഴ്സാൽ വിളിക്കും. റെഗുലേഷൻസ് 43 ഓഫ് ടേബിൾ എഫ് പ്രൊവൈഡ്സ് ദാറ്റ് ദ ഡയറക്ടേഴ്സ് മേ വെനെവർ ദേ ഡീം ഫിറ്റ് കൺവീൻ ആൻ എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ്. അപ്പോൾ ഈ റെഗുലേഷൻ 43 ടേബിൾ എഫ് പ്രകാരം ഡയറക്ടേഴ്സിന് എപ്പോഴാണോ ശരിയെന്ന് തോന്നുന്നത്, എപ്പോഴാണ് ഫിറ്റ് ആണെന്ന് തോന്നുന്നത്, ആ സമയത്ത് അവർക്കൊരു എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് കൺവീൻ ചെയ്യാവുന്നതാണ്. The board has to pass resolution to that effect. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബോർഡിന്റെ റെസൊല്യൂഷൻ പാസ്സാക്കേണ്ടതാണ്. Then by directors on request of shareholders റിക്വസ്റ്റ് കൊടുത്തിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഡയറക്ടേഴ്സ് നടത്തുന്ന രീതിയിലും ആവാം. The members also may compel the directors to call the extraordinary meeting. മെമ്പേഴ്സിന് എക്സ്ട്രാ ഓർഡിനറി മീറ്റിംഗ് വിളിക്കാൻ വേണ്ടി ഡയറക്ടേഴ്സിനെ നിർബന്ധിക്കാവുന്നതാണ്. ദ റിക്വസിഷൻ ഫോർ കോളിംഗ് സച്ച് മീറ്റിംഗ് മസ്റ്റ് ബി സൈൻഡ് ബൈ അറ്റ്ലീസ്റ്റ് 1/10 ഓഫ് ദി ഹോൾഡേഴ്സ് ഓഫ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. അത്തരത്തിലുള്ള ഒരു റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ ആ റിക്വസ്റ്റ് നമ്മളുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റലിന്റെ ഷെയർ ഹോൾഡേഴ്സിൽ നമ്മുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റലിന്റെ 1/10 ഹെൽഡ് ചെയ്തിരിക്കുന്ന ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. Then having right to vote, അവർക്ക് വോട്ട് ചെയ്യാനുള്ള റൈറ്റും കൂടെ ഉള്ളവരായിരിക്കണം. ഇഫ് ദ കമ്പനി ഹാസ് നോ ഷെയർ ക്യാപിറ്റൽ, ഇനി കമ്പനിക്ക് ഷെയർ ക്യാപിറ്റൽ ഇല്ല എന്ന് വെക്കുക, ദ റിക്വസിഷൻ must be signed by members having at least 1/10 of the total voting power of all members having a right to vote. വോട്ട് ചെയ്യാൻ അവകാശമുള്ള ആ ഒരു മൊത്തം മെമ്പേഴ്സിന്റെ 1/10 ആളുകൾ അതിനകത്ത് സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. The requisition made shall set out the matters for consideration of which the meeting is to be called and shall be signed by the requisitionist and sent to the registered office of the company. റിക്വസിഷനകത്ത് നമ്മൾ ഈ മീറ്റിംഗ് വിളിച്ച് ചേർത്തതിന്റെ വിഷയം എന്താണോ അതിനാ മീറ്റിങ്ങിനകത്ത് കൺസിഡർ ചെയ്യേണ്ട മാറ്റേഴ്സ് അതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ ആരൊക്കെയാണ് റിക്വസ്റ്റ് ചെയ്തത്, റിക്വസിഷനിസ്റ്റ് എല്ലാവരും അത് സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ആൻഡ് സെൻഡ് ടു ദി രജിസ്റ്റേർഡ് ഓഫീസ് ഓഫ് ദ കമ്പനി, അത് കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസിലേക്ക് അയച്ചിട്ടും ഉണ്ടായിരിക്കും.
ബൈ റിക്വസിഷൻ ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിന്റെ റിക്വസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ നടത്താവുന്നതാണ്. ഇഫ് ദ ബോർഡ് ഡസ് നോട്ട് വിത്തിൻ 21 days ഫ്രം ദ ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് വാലിഡ് റിക്വസിഷൻ, ഒരു വാലിഡ് റിക്വസിഷൻ കിട്ടി 21 ദിവസത്തിനുള്ളിലായിട്ട് proceed to call a meeting on a day not later than 45 days from the date of receipt of such requisition. അത്തരം റിക്വസിഷൻ കിട്ടി ഡേറ്റ് തൊട്ട് ഒരു 45 ദിവസത്തിനുള്ളിലായിട്ട് മീറ്റിംഗ് നടത്തുന്നതിന് ആവശ്യമായ നടപടിക്രമങ്ങൾ എടുത്തില്ല എങ്കിൽ, ഇഫ് ദ ബോർഡ് ഡസ് നോട്ട് എന്ന് മേലെ പറഞ്ഞിട്ടുണ്ട്, എടുത്തില്ല എങ്കിൽ the requisitionist may themselves proceed to call the meeting and claim necessary expense from the കമ്പനി. അപ്പോൾ ആരാണോ റിക്വസ്റ്റ് കൊടുത്തത് അവർക്ക് തന്നെ മീറ്റിംഗ് സ്വയം വിളിച്ചു ചേർക്കാവുന്നതാണ്. എന്നിട്ട് അതിനുണ്ടായിട്ടുള്ള ചെലവുകൾ കമ്പനിയുടെ അടുത്ത് നിന്ന് ക്ലെയിം ചെയ്യാവുന്നതാണ്. ബട്ട് ദ മീറ്റിംഗ് മസ്റ്റ് ബി കോൾഡ് ബിഫോർ ദ എക്സ്പയറി ഓഫ് 3 months ഫ്രം ദ ഡേറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഓഫ് റിക്വസിഷൻ. ഈ റിക്വസിഷൻ ഫസ്റ്റിൽ കൊടുക്കുമല്ലോ, അത് കൊടുത്ത് ഒരു 3 മാസത്തിനുള്ളിലായിട്ട് ഈ പരിപാടി ഇവർ ചെയ്തിരിക്കണം. അല്ലാതെ അതിലപ്പുറം പോയിട്ട് പിന്നെ ഇങ്ങനെ ഒരു മീറ്റിംഗ് വിളിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ലീഗലായിരിക്കില്ല. ദെൻ ബൈ ദി ട്രിബ്യൂണൽ. ട്രിബ്യൂണലിന് എക്സ്ട്രാ ഓർഡിനറി മീറ്റിംഗ് വിളിക്കാവുന്നതാണ്. ഇഫ് ഡ്യൂ ടു എനി റീസൺ ഇറ്റ് ഈസ് ഇംപ്രാക്ടിക്കബിൾ ടു ഹോൾഡ് എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ്, the tribunal may order to call such a meeting either on its own initiative or on the application of any director or any member of the company who is entitled to vote at the meeting. അപ്പോൾ എന്തെങ്കിലും ഒരു കാരണത്താൽ ഒരു എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് വിളിക്കുന്നത് അസാധ്യമാവുകയാണെങ്കിൽ, ഇംപ്രാക്ടിക്കബിൾ ആവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം വരുവാണെങ്കിൽ the tribunal may order to call such a meeting. അത്തരം ഒരു മീറ്റിംഗ് വിളിക്കാൻ വേണ്ടി ട്രിബ്യൂണലിന് ഉത്തരവിടാവുന്നതാണ്. അത് ഈതർ ഓൺ ഇറ്റ്സ് ഓൺ ഇനീഷ്യേറ്റീവ്, അത് തന്നെ സ്വയം മുൻകൈ എടുത്തിട്ട് ചെയ്യലാവാം, ഓർ ഓൺ ദ അപ്ലിക്കേഷൻ ഓഫ് എനി ഡയറക്ടർ, ഏതെങ്കിലും ഡയറക്ടർ അപ്ലിക്കേഷൻ കൊടുത്തിട്ടാവാം, ഓർ എനി മെമ്പർ ഓഫ് ദ കമ്പനി ഹു ഈസ് എൻറ്റൈറ്റിൽഡ് ടു വോട്ട് അറ്റ് ദ മീറ്റിംഗ്, അല്ലെങ്കിൽ ആ മീറ്റിംഗിൽ വോട്ട് ചെയ്യുന്നതിന് അവകാശമുള്ള ഏതെങ്കിലും ഒരു മെമ്പർ റിക്വസ്റ്റ് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാവും. അങ്ങനെ ഇവർക്ക് ചെയ്യാൻ പറ്റാത്ത സന്ദർഭത്തിൽ ട്രിബ്യൂണൽ അങ്ങ് ഏറ്റെടുത്ത് നടത്തുകയാണ് ചെയ്യുന്നത്. In this case, one member of company present in person or by proxy shall be deemed to constitute a meeting. അപ്പൊ അന്നേരത്ത് മീറ്റിങ്ങിന് മിനിമം 2 പേര് വേണമെന്നൊന്നുമില്ല. ഒരു പേഴ്സൺ, ഒരു മെമ്പറോ അല്ലെങ്കിൽ അത് അയാളുടെ പ്രോക്സിയോ ആരെങ്കിലും ഒരാൾ വന്നു കഴിഞ്ഞാൽ മീറ്റിംഗ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതായിട്ട് കരുതപ്പെടും. ദെൻ ലാസ്റ്റത്താണ് ക്ലാസ് മീറ്റിംഗ്. Where the share capital of a company is divided into different classes of shares, meeting of different classes of shares holders may have to be called. അപ്പോൾ നമ്മൾ കമ്പനിയുടെ ഷെയറുകൾ പല രൂപത്തിലുള്ള, ഇപ്പം ഇക്വിറ്റി ഷെയറിനെ പല രൂപത്തിലുണ്ട്, പ്രിഫറൻസ് ഷെയറിനെ പല രൂപത്തിലുള്ളതുണ്ട്. അപ്പം അങ്ങനെ പല പല ക്ലാസ്സസ് ഓഫ് ഷെയർസ് ഉണ്ട്. അപ്പോൾ ആ ക്ലാസ്സസ് ഓഫ് ഷെയർസ് ഓരോ തരം ക്ലാസ്സിനും ഓരോ തരം മീറ്റിംഗ് നമ്മൾ വിളിക്കേണ്ടതായിട്ട് വരും. It is known as class meeting. അതിനെയാണ് നമ്മൾ ക്ലാസ് മീറ്റിംഗ് എന്ന് പറയുക. Such a meeting can be attended only by that class of shareholders. അപ്പോൾ ഒരു പർട്ടിക്കുലർ ക്ലാസ്സിൽപ്പെട്ട, ഒരു പർട്ടിക്കുലർ രൂപത്തിൽപ്പെട്ട ഷെയറിന്റെ മീറ്റിങ്ങിന് അത് വാങ്ങിച്ച, ആ ഒരു ടൈപ്പ് ഓഫ് ഷെയർ വാങ്ങിച്ച ആളുകൾ മാത്രമേ പങ്കെടുക്കാവൂ. ക്ലാസ് മീറ്റിംഗ് ഓഫ് ദ ഹോൾഡേഴ്സ് ഓഫ് ഡിഫറെന്റ് ക്ലാസ്സസ് ഓഫ് ഷെയർസ് ആർ ടു ബി ഹെൽഡ് ഇഫ് ദ റൈറ്റ്സ് അറ്റാച്ച്ഡ് ടു ദീസ് ഷെയർസ് ആർ ടു ബി വാരിഡ്. പറയുന്ന ഷെയറിന്മേൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന വ്യത്യസ്തമായ റൈറ്റ്സ്, ഓരോ ക്ലാസ് ഓഫ് ഷെയറിനും ഓരോ തരം റൈറ്റ്സും കാര്യമൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അതെല്ലാം തന്നെ വേരിയഡ് ആവണമെങ്കിൽ എന്ത് വേണം? ഈ പറയുന്ന വിവിധ ക്ലാസ്സസ് ഓഫ് ഷെയർസിന്റെ എല്ലാം തന്നെ സെപ്പറേറ്റ് മീറ്റിംഗുകൾ നമ്മൾ വിളിക്കേണ്ടതാണ്. ക്ലാസ് മീറ്റിംഗ് ഓഫ് ദ ഹോൾഡേഴ്സ് ഓഫ് ഡിഫറെന്റ് ക്ലാസ് ഓഫ് ഷെയർസ് ആർ ടു ബി ഹെൽഡ്. അത്തരം മീറ്റിംഗുകൾ നമ്മൾ ഹെൽഡ് ചെയ്യേണ്ടതാണ്. ഇഫ് ദ റൈറ്റ്സ് അറ്റാച്ചിങ് ടു ദി ഷെയർസ് ആർ ടു ബി വേരിയഡ്. ഈ പറയുന്ന ഷെയറിന്മേൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന റൈറ്റ്സ് വേരിയഡ് ആവേണ്ടതുണ്ട് എങ്കിൽ. Similarly, under Section 232, mergers and amalgamation of companies, where a scheme of arrangement is proposed, meeting of that several class of shareholders and creditors are required to be held. അതുപോലെ തന്നെ സെക്ഷൻ 232 പ്രകാരം, അതായത് അമാൽഗമേഷനും മെർജറും ഒക്കെ നടക്കുന്ന സമയത്താണ് അവിടെ നമ്മൾ ഈ പറയുന്ന വിവിധ തരം ഷെയർ ഹോൾഡേഴ്സിന്റെയും ക്രെഡിറ്റേഴ്സിന്റെ ഒക്കെ തന്നെ മീറ്റിങ്ങുകൾ നമ്മൾ നടത്തേണ്ടതാണ്. Also at the time of winding up, the meeting of creditors or any class of them are held. അതുപോലെ തന്നെ കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്തും ഇതുപോലത്തെ ക്ലാസ് മീറ്റിങ്ങുകൾ, അതുപോലെ ക്രെഡിറ്റേഴ്സിന്റെ മീറ്റിംഗ് ഒക്കെ നമ്മൾ നടത്തേണ്ടതായിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഷെയർ ഹോൾഡേഴ്സിന്റെ മീറ്റിംഗുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി ബോർഡ് മീറ്റിംഗ് പറയാനുണ്ട്. മീൻസ് ഡയറക്ടേഴ്സിന്റെ മീറ്റിംഗ് ആണ്. അതും പിന്നെ ലാസ്റ്റിലെ 2 മീറ്റിങ്ങുകൾ, അതും കൂടെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ടിൽ ദെൻ ബൈ.